ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ റൂള് വന്നതിന് ശേഷം, അതായത് ജൂലൈ 15 2025 ശേഷം ത്രൂ വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്നവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ കഴിയും? വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് നമുക്ക് ഒഴിവാക്കേണ്ടി വരുമോ? അങ്ങനെ ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്താൽ ഇനി മോണിറ്റൈസേഷൻ ലഭിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് ട്രിക്സ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതിനു മുമ്പായിട്ട് എൻ്റെ പേര് ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലെ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ഹൈപ്പും കൂടെ തരിക. വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏതൊക്കെ ടൂൾസ് അവൈലബിൾ ആണോ ആ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യിക്കാൻ, അതായത് ചാറ്റ് GPT, 11 മാപ്സ്, മിഡ് ജേണി ഇങ്ങനെയുള്ള ഏത് ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരുന്നാലും നിങ്ങളുടെ ക്രിയേഷന് പകരം അത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. ഇതുപോലുള്ള ഏത് ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരുന്നാലും ഈ ടൂൾസിൻ്റെയൊക്കെ ചെറിയ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനേ കഴിയുകയുള്ളൂ. അല്ലാതെ പൂർണ്ണമായും ഈ ടൂൾസ് ഉപയോഗിച്ചാണ് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. ഒന്ന് രണ്ട് ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇന്ന് യൂട്യൂബിൽ തന്നെ ഏറ്റവും കൂടുതലായി കുട്ടികൾ കാണുന്ന കാർട്ടൂൺസ് ത്രൂ ജനറേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന സോങ്സുകളിൽ പൂർണ്ണമായും ടൂൾ ഉപയോഗിച്ച് ഞാനിവിടെ കാണിക്കുന്നത് പോലെയുള്ള ഡാൻസുകൾ. അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായും ത്രൂ നിങ്ങൾ വീഡിയോ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ലഭിക്കില്ല. ഇനി എങ്ങനെ നമ്മൾ ഈ ടൂൾസ് ഉപയോഗിച്ചാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക എന്ന് പറയാം. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് നിങ്ങൾ കണ്ടെത്തി എന്ന് വിചാരിക്കും. അത് നിങ്ങൾ ചാറ്റ് GPTയുടെ സഹായത്തോടു കൂടി അതിനുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. ആ സ്ക്രിപ്റ്റിൽ നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങളും കൂടെ ഉൾപ്പെടുത്തി ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഫേസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇത് നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് ആയി കണക്കാക്കും. കാരണം നിങ്ങൾ ഏകദേശം നിങ്ങൾ യുടെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് എങ്കിലും ഈ സ്ക്രിപ്റ്റിൽ ഹ്യൂമൻ ടച്ച് ഉള്ളതിനാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. ഇനി ത്രൂ നിങ്ങൾ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് 5 സെക്കൻഡ് 10 സെക്കൻഡ് വരെയുള്ള ക്ലിപ്പുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ക്ലിപ്പുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോയുടെ റിഫറൻസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് ആയിട്ട് കണക്കാക്കും. അങ്ങനെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. ഇനി റിഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന ഒരു കാര്യത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നു. അതിന്റെ വിഷ്വൽ കാണിക്കുന്നതിന് സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ റെഫറൻസ് റെഡിയാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ആയിട്ട് യൂട്യൂബ് കണക്കാക്കും. നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. ഇനി അതല്ല, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഉപയോഗിക്കുന്ന വിഷ്വൽസ് പൂർണ്ണമായും ത്രൂ ക്രിയേറ്റ് ചെയ്തതാണ് എങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ സ്വന്തം വോയിസ് ഓവർ ആണ് കൊടുക്കുന്നത് എങ്കിൽ പോലും നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഫുൾ ത്രൂ ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ത്രൂ ഉള്ള വോയിസ് ആണ് നൽകുന്നത് എങ്കിലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ലോ എഫേർട്ട് കണ്ടന്റ്. അതായത് നിങ്ങളുടെ വീഡിയോയിൽ ത്രൂ ചെറിയ ക്ലിപ്പുകൾ തയ്യാറാക്കി എഡിറ്റിങ്ങിലൂടെ കൂട്ടി യോജിപ്പിച്ച് ത്രൂ വോയിസ് ഓവർ നൽകി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് എങ്കിലും അത് നിങ്ങളുടെ എഫേർട്ടായിട്ട് കണക്കാക്കില്ല. അത് ലോ എഫേർട്ടിൽ കണക്കാക്കി നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യുടെ സഹായം തേടി ഞാൻ എൻ്റെ എഫേർട്ടും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഇങ്ങനെയാണെങ്കിൽ ആ വീഡിയോസിനൊക്കെ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. ഇതുപോലെ നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മോണിറ്റൈസേഷൻ ലഭിക്കും. അല്ലാതെ പൂർണ്ണമായും യെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. ഇനി മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് എല്ലാ പ്രാവശ്യവും പറയുന്നത്
പറയുന്നത് പോലെ മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയറും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളിൽ വിശ്വാസമുള്ളവർ മാത്രം ഞങ്ങളെ ഏൽപ്പിക്കുക. അത് ഇപ്പോൾ തന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞങ്ങളുടെ കയ്യിൽ അപ്പീൽ വീഡിയോ ഒക്കെ ആയിരുന്നാലും മോണിറ്റൈസേഷൻ ആയിരുന്നാലും തന്നിട്ടുള്ളവർക്ക് എല്ലാ പേർക്കും 100% പേർക്കും ഞങ്ങൾ മോണിറ്റൈസേഷൻ ആയിരുന്നാലും അപ്പീൽ വീഡിയോയിലൂടെ റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശ്വാസമുള്ളവർ മാത്രം ഞങ്ങളെ ഏൽപ്പിക്കുക. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.